മഹാരാഷ്ട്രയിലെ ഭീവണ്ടിയിൽ വൻ ഭക്ഷ്യ വിഷബാധ. തെരുവോരത്തെ ഒരു കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ച 59 പേരെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ ആരുടെയും നില ഗുരുതരമല്ലെന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്തിടെയായി സമാന സംഭവങ്ങൾ തുടർച്ചയായി ആവർത്തിക്കുന്നത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ഭീവണ്ടിയിലെ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ആശുപത്രിയിലാണ് എല്ലാവരെയും പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഒരേ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കാണ് കൂട്ടത്തോടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ഇന്നലെ വൈകുന്നേരത്തോടെ 11 പേരായിരുന്നു ചികിത്സ തേടി എത്തിയതെങ്കിൽ ഇന്നത് 59 പേരായി ഉയരുകയായിരുന്നു. വയറുവേദന, ഛർദി, വയറിളക്കം എന്നീ ലക്ഷണങ്ങളോടെയാണ് എല്ലാവരും ആശുപത്രിയിൽ എത്തിയത്. എന്നാൽ ഇന്നലെ ചികിത്സ തേടി എത്തിയവരുടെ ഉൾപ്പെടെ ആരോഗ്യനില മെച്ചപ്പെട്ട് വരികയാണെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും IGM ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ മാധുരി പനഹാരെ വ്യക്തമാക്കി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി സമാനമായ നിരവധി വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തുവരുന്നത്. ജൂൺ 17 തെലങ്കാനയിലെ രാജണ്ണ സിർസില്ല ജില്ലയിലും സമാന സംഭവമുണ്ടായിരുന്നു. തങ്കല്ലപ്പള്ളിയിൽ ഒരു തെരുവ് കച്ചവടക്കാരിൽ നിന്ന് പാനിപൂരി കഴിച്ച 15ഓളം കുട്ടികളെയാണ് അന്ന് അവശനിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംഭവത്തിൽ കച്ചവടക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിനു പുറമെ ഈ മാസം ആദ്യം മധ്യപ്രദേശിലെ ഗുണയിലും സമാനമായ സാഹചര്യമുണ്ടായി. മലിനജലം കുടിച്ചതിനെ തുടർന്ന് ഡസൻ കണക്കിന് കുട്ടികൾക്കാണ് അന്ന് ചികിത്സ തേടേണ്ടി വന്നത്. തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ, പ്രത്യേകിച്ച് മഴക്കാലത്ത് തെരുവോര ഭക്ഷണങ്ങളുടെയും കുടിവെള്ളത്തിന്റെയും സുരക്ഷയെക്കുറിച്ച് വലിയ ചോദ്യങ്ങളാണ് അധികൃതർക്ക് മുന്നിൽ ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.